അപ്പോൾ ഇന്ന് 4 മണിക്ക് ഗോതമ്പ് പൊടി മുട്ടയും ബ്രെഡും വെച്ച് നല്ല അടിപൊളി സ്നാക്സാണ്. അപ്പോൾ അതിന് വേണ്ടത് നമുക്കിതാ 1/2 കപ്പ് ഗോതമ്പ് പൊടി വേണം, ഇതാ 3 ബ്രെഡ്, കുറച്ച് പഞ്ചസാര വേണം, 3 ടീസ്പൂൺ പഞ്ചസാര, ഒരു മുട്ട വേണം, ഇതാ കുറച്ച് ഏലക്കായ, അപ്പസോഡ, ഉപ്പ്, ഓയിൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ബ്രെഡ് നമുക്കിതിക്ക് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. നമ്മളെ ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. കേട്ടോ അപ്പോൾ നമ്മളെ ബ്രെഡ് പൊടിച്ചെടുത്തു കേട്ടോ. നമുക്കൊരു പാത്രത്തിലിടാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ 3 സ്പൂൺ പഞ്ചസാര, 4 ഏലക്കായ, നമ്മുടെ പഞ്ചസാര ഏലക്കായ കേട്ടോ, നമ്മുടെ ഗോതമ്പ് പൊടി, നമ്മുടെ അപ്പസോഡ കേട്ടോ, കുറച്ച് അപ്പസോഡ മതി, കുറച്ച് ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് കേട്ടോ. മുട്ട കേട്ടോ, ഒക്കെപ്പാടെ നമുക്ക് ഇതൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം കേട്ടോ. നമ്മുടെ കൈ വെച്ചിട്ട് ആക്കാം കേട്ടോ. ഗ്യാസ് വെച്ചു കേട്ടോ, പാത്രം വെച്ചു, എണ്ണ ചൂടാട്ടോ. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി അതാട്ടോ. കുറഞ്ഞ തീയിലിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗം മാറ്റാം കേട്ടോ. അപ്പുറത്തെ ഭാഗം നമുക്കൊന്ന് മറിച്ചിട്ട് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്കിതേക്ക് കോരി മാറ്റാം കേട്ടോ. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ല, അപ്പോൾ അതാ നമ്മുടെ മുട്ടയും ഗോതമ്പ് പൊടി ബ്രെഡൊക്കെ വെച്ച് നല്ല അടിപൊളി സ്നാക്സ് 4 മണിക്ക് ചായൻ്റെ കൂടെ തിന്നാൻ പറ്റുന്ന അടിപൊളി സ്നാക്സാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലൊന്ന്. അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ടത് വരുന്ന സമയത്ത് ചായൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.